ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും കൂതറപ്പടം, അങ്ങനെ പറയാൻ പാടുണ്ടോയെന്നറിയില്ല, കൂതറപ്പടം അങ്ങനെ പറഞ്ഞു വരുന്നത് നമ്മളെ വൃഷഭ, ലാലേട്ടൻ്റെ വൃഷഭ ഇന്ന് റിലീസിംഗ് ആയിരുന്നു. ഇന്ന് ഫിലിം പോയി കണ്ടു, ആള് കുറവായിരുന്നു. അപ്പം ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നന്ദകിഷോർ. അദ്ദേഹം ഡയറക്ഷൻ ചെയ്ത് പഠിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഏക്ത കപൂർ, ശോഭ കപൂർ, അങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് സാം, അദ്ദേഹം ആണ് ഇതിൽ മികച്ചു നിന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതിന്റെ സോങ്സ് ആയാലും അത് കൊള്ളായിരുന്നു. പിന്നെ ഇത് എന്താണ്, ഇതൊരു ആക്ഷൻ ഫാന്റസി പീരീഡ് റൊമാൻറ്റിക് മൂവി ആയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഇത് അഭിനയിച്ചുള്ള നമുക്കറിയാം, നമ്മളെ ലാലേട്ടൻ, പിന്നെ സമർജിത്ത് ലങ്കേഷ് എന്ന് പറയുന്ന ഒരു കന്നഡ ആക്ടറാണ്. അദ്ദേഹം ഇതിൽ മികച്ചു നിന്നത് ആക്ടിങ്ങിൽ. പിന്നെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്, അത് നമുക്കറിയില്ല. അപ്പം ഇത് നമുക്കറിയാം തെലുങ്ക് പടത്തിന്റെ ഒരു പാറ്റേൺ. 15 വർഷം മുമ്പേ ഇറങ്ങിയ തെലുങ്ക് പടത്തിന്റെ പാറ്റേൺ എങ്ങനെ ഇരിക്കും, അതേ രീതിയിലാണ് ഈ പടം എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ അതിങ്ങനെ ഈ പടം എടുക്കത്തില്ല. ഈ നന്ദകിഷോർ കുറിച്ച് നമുക്കറിയില്ല, പക്ഷെ ഏറ്റവും മോശപ്പെട്ട ഡയറക്ഷനായിട്ടാണ് എനിക്കിത് ഈ ഫിലിം കാണപ്പെട്ടത്. അപ്പം ഇതെന്തോന്ന്, പൂർവ്വജന്മം, പിന്നെ അത് പുനർജനിക്കുന്നു. മോഹൻലാൽ രാജാവാണ്, വൃഷഭ രാജാവ്, മകൻ ജനിക്കുന്നു, പിന്നെ അവിടെ കുറെ സംഭവങ്ങൾ, പിന്നെ തിരിച്ച് അച്ഛനും മകനുമായിട്ട് പുനർജനിക്കുന്ന പ്രത്യേക സന്ദർഭത്തിൽ മകന് അച്ഛന് പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, തമ്മിലുള്ള പിന്നെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ അഘോരികളെ, അത് സോൾവ് ചെയ്യാൻ വേണ്ടി അഘോരികളെ വിളിക്കുന്നു. അത് സ്ഥിരം തെലുങ്കിൽ പടങ്ങൾ കാണുന്നവർക്കറിയാം, അഘോരികളെ വിളിക്കുന്നു. പിന്നെ പടം മൊത്തത്തിൽ ഒരു സ്പിരിച്വാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ലാലേട്ടൻ രാജാവാണ്. ഒട്ടും യോജിക്കാത്ത റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. രാജാവായിട്ട് ഒട്ടും ശരിയല്ല ലാലേട്ടന്റെ ഡയലോഗ് പ്രസന്റേഷൻ ആയാലും അഭിനയവും എല്ലാം നാടകീയത നിറഞ്ഞതാണ്. ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് ഡയലോഗൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും. എന്തു പറയാൻ, ലോജിക്, നോ ലോജിക്, ഒൺലി മാഡ്നസ്, ആ രീതിയിൽ പോയി കാണാം. ഈ പറഞ്ഞ ഈ കന്നഡ ആക്ടറാണ് ഇതിൽ മികച്ചു നിന്നത്. അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ പറയാനൊന്നുമില്ല, ആ ബീജിയവും ആ കാര്യങ്ങളൊക്കെ. പിന്നെ കുറെ ആർട്ട് വർക്ക് തീരെ മോശമായിരുന്നു. ആ കൊട്ടാരമൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു സറൗണ്ടിങ്സ് ഒന്നും ശരിയായിട്ടില്ല. പിന്നെ വന്നിട്ട് എന്താണ്, പിന്നെ പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനൊന്നുമില്ല. ഈ പടം വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം അഡിയോസ് അമിഗോസ്.